ക്ഷേത്രത്തിൽ ഉള്ളൊരു പ്രത്യേകത വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്ഷേത്രത്തിൽ അന്നദാനം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അന്നദാനം നടക്കുന്നത് പുരി ജഗന്നാഥിലാണ്. പലതരത്തിലുള്ള പല രുചിയിലുള്ള ഭക്ഷണം ഇവിടെ അന്നദാനമായി കൊടുക്കുന്നുണ്ട്. അതും ആ അന്നദാനം തയ്യാറാക്കുന്ന രീതിയും വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ അടുക്കളയിൽ തന്നെയാണ് തയ്യാറാവുന്നത്. പണ്ടത്തെ പഴയ രീതിയിലാണ് ഇവിടുത്തെ പാചകങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ തയ്യാറാക്കുന്നത് നിവേദ്യത്തിനായി തയ്യാറാക്കുന്ന ഭക്ഷണം ഒരിക്കലും കൂടുകയില്ല, കുറയുകയില്ല എന്നാണ് പറയുന്നത്. അത് മനുഷ്യനെ അളക്കാവുന്നതിലപ്പുറമാണ്. കാരണം ഇവിടെ ക്രമാതീതമായാണ് ആൾക്കാർ വരുന്നത്. ആൾക്കാർ ഒരുപാട്, നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ആൾക്കാർ വരും ഭഗവാനെ കാണാനായിട്ട്. അപ്പോൾ 20,000 ആൾക്കാർ മുതൽ 20 ലക്ഷം വരെ ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണം ഒരിക്കലും കുറയുകയും കൂടുകയില്ല എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നീട് ആ ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയും പ്രത്യേകതയുള്ളതാണ്. ഭക്ഷണം തയ്യാറാക്കുന്നത് 7 കലങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ഇവിടെ ആൾക്കാർക്കുള്ള നിവേദ്യം തയ്യാറാക്കുക. ആ 7 കലങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച് തയ്യാറാക്കുമ്പോൾ ആദ്യം തയ്യാറാവുന്നത് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത്, ഏറ്റവും പൊക്കത്തിരിക്കുന്ന ഭക്ഷണം ആദ്യം തയ്യാറാവുക എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഒരു ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഏറ്റവും താഴെ ഇരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണമാണ് ആദ്യം തയ്യാറാവേണ്ടത്. പക്ഷേ ഇവിടെ ആ ജഗന്നാഥൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും ആദ്യം തയ്യാറാവുന്നത് ഏറ്റവും പൊക്കത്തിരിക്കുന്നതും പിന്നീട് രണ്ടാമതിരിക്കുന്നതും ഏറ്റവും അവസാനമാണ് ഏറ്റവും താഴ്ത്തിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം തയ്യാറാവുക എന്നാണ് പറയുന്നത്. അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.